ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പവിത്രം 2 എത്താൻ പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സിനിമാ രീതിയിലാണ് നമ്മുടെ പവിത്രം 2 നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമ്മൾ കണ്ടു നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് വേദ ഗർഭിണിയാണ്. പക്ഷേ വിക്രത്തിനെ ജയിലിൽ അടയ്ക്കുന്നു. വിക്രം അറിയുന്നില്ല വേദ ഗർഭിണിയാണെന്നുള്ളത്. തന്നെയും തൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി കഴുകൻ കണ്ണുകളുമായിട്ട് ശ്രീകാന്ത് അതുവഴിയുള്ള കാര്യവും വേദ മനസ്സിലാക്കിക്കൊണ്ട് വേദ ആ നാട് വിടുവാണ്. ഇത് ചെവി അറിയാതെ, ആരും അറിയാതെ തൻ്റെ വയറ്റിൽ വളരുന്ന തൻ്റെ വിക്രത്തിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ആ സമയം കൊണ്ട് ശ്രീകാന്ത് എന്ന ദുഷ്ടൻ എത്രത്തോളം ദുഷ്ടനാണെന്നും എന്തൊക്കെ ക്രൂരതകൾ വേദയോടും കുടുംബത്തിനോടും ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നും വേദയുടെ അച്ഛൻ, അമ്മ, കുടുംബം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കുടുംബത്തിൽ നിന്ന് ശ്രീകാന്ത് എന്ന ദുഷ്ടനെ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു. ശങ്കരൻ എന്ന് പറയുന്ന അച്ഛൻ സകല ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് വേദയ്ക്ക് വേണ്ടി വേദയുടെ കമ്പനിയും ഭരിച്ച് തൻ്റെ ജഡ്ജി പദവി അതുവരെ ഉപേക്ഷിച്ച് അദ്ദേഹം ജീവിക്കുകയാണ്. ഇപ്പോൾ വേദയുടെ സ്വത്തുവകകൾ മുഴുവൻ നോക്കുന്നത് വേദയുടെ അച്ഛൻ. വേദയാണെങ്കിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ശ്രീകാന്ത് ഇന്നും വേദയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വേദയെ ഏത് നാട്ടിലുണ്ടെങ്കിലും വേദയെ അവസാനിപ്പിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ വേദ തീരുമാനിച്ചിരിക്കുന്നത് വേദയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ സംരക്ഷിച്ച് ആ കുഞ്ഞിനെ ഒരു സംരക്ഷണ കവചം ഒരുക്കി ആർക്കും തൊടാൻ പാടില്ലാത്ത രീതിയിൽ ആ കുഞ്ഞിനെ വലയം തീർത്തതിന് ശേഷം ശത്രുക്കളെ എല്ലാം നേരിടാൻ ഇറങ്ങണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി വേദ തിരഞ്ഞെടുത്ത സ്ഥലമെന്ന് പറയുന്നത് വേദയുടെ ഒരു ഫ്രണ്ടിൻ്റെ, ഇവരുടെ ആരുടെയും കണ്ണെത്താത്ത ദൂരങ്ങൾ, ഘാതങ്ങൾ താണ്ടി പോകുന്ന ഒരിടമാണ്. അവിടെ നമ്മുടെ വേദ തന്നാൽ കഴിയുന്ന ചെറിയ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്ത് തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് ജീവിക്കുന്നു. ഇതേ സമയത്ത് വിക്രം ജയിലിൽ വേദയെ എവിടെയാണെന്ന് അറിയില്ല, മറ്റുള്ളവരെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. പുതിയ പുതിയ ഒരുപാട് കഥാപാത്രങ്ങൾ വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന വിക്രത്തെ അവസാനിപ്പിക്കാൻ പോലും ശ്രീകാന്ത് ആൾക്കാരെ നിർത്തുന്ന സമയത്ത് ജയിലിൽ വിക്രത്തെ സംരക്ഷിക്കാൻ പോലീസുകാരുടെ രൂപത്തിലും അല്ലെങ്കിൽ കൂടെയുള്ള പ്രതികളുടെ രൂപത്തിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദ എവിടെയാണെന്ന് അറിയാതെ ഒരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് വേദയ്ക്ക് എന്ത് സംഭവിച്ചു, വേദ ഇപ്പം എങ്ങനെ ഏത് രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അങ്ങനെ ജയിലിൽ തകർന്ന് ജീവിക്കുന്ന നമ്മുടെ വിക്രത്തിന് താങ്ങും തണലുമായി വാക്കുകൾ കൊണ്ട് ആശ്വാസങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് പോലീസ് ഓഫീസേഴ്സും കൂടെയുള്ളവരും പിന്നെ അങ്ങനെയൊക്കെ കുറേ പേര്. ഇതേ സമയം വിക്രത്തിൻ്റെ ജീവിതം വിക്രത്തിനെ ഓർത്ത് കരയുന്ന നമ്മുടെ കമലമ്മ, അതുപോലെ സുധാകരൻ മാഷ്, അവരെല്ലാവരും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. വേദ എവിടെയാണെന്ന് അറിയാത്ത വിഷമം അത് തലയ്ക്കൽ. അങ്ങനെ വിക്രവും വേദയും എന്നൊന്നാകുമെന്നുള്ളൊരു ആദ്യം തീയും പിടിച്ച് അവന് നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഈ സമയത്ത് അച്ഛന് പോലും ഇപ്പം മകൻ ശത്രുവായി മാറിയിരിക്കുന്നു. അച്ഛനെ പോലും ഒരു തരം കിട്ടിക്കഴിഞ്ഞാൽ വകവരുത്തും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന ആള് ഇവരുടെ എല്ലാവരുടെയും ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. അച്ഛനും മകനും നേർക്ക് നേരെ നിന്ന് വെല്ലുവിളിക്കുന്നു. അച്ഛനെ നേർക്ക് നേരെ വന്ന് മകൻ വെല്ലുവിളിക്കുന്നു. മകളെ ഏത് ഭൂലോകത്ത് പോയി ഒളിച്ചിരുന്നാലും ആ മകളെ താൻ കണ്ടുപിടിക്കുമെന്നും കൊന്നിട്ടാണെങ്കിലും ജീവനോടെയാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് തന്നെ താൻ തിരിച്ചു പിടിക്കും എന്നൊക്കെ നമ്മുടെ ശങ്കരൻ എന്ന് പറയുന്ന അച്ഛനെ ശ്രീകാന്ത് വെല്ലുവിളിക്കുക. അദ്ദേഹം അപ്പോഴും തൻ്റെ മകളുടെ ആ ഒരു കഴിവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്തോ, വേദ ആരും അറിയാതെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാകും. അതൊരു പക്ഷേ നിന്റെ അവസാനം കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന കാര്യവും ആ അച്ഛൻ മകനോട് പറയുന്നു. കാരണം മകൻ അത്രത്തോളം ദുഷ്ടനാണെന്ന് ആ അച്ഛന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ അച്ഛൻ ചുമ്മാതിരിക്കോ മിണ്ടാതിരിക്കോ? ഇല്ലല്ലോ. ഇപ്പോൾ വേദ തിരിച്ചു വരുന്നത് വരെ അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം, അവളുടെ മുതലെല്ലാം ഈ ഞാൻ കാത്തു സംരക്ഷിക്കുമെന്ന് ആ അച്ഛൻ മകനെയും വെല്ലുവിളിക്കുന്നു. ഇപ്പോഴും കാണാമറയത്തിരുന്നുകൊണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാനോ ഒന്ന് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വിക്രം ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് വിക്രത്തെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് വിക്രത്തിൻ്റെ ആ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. ആ സമയത്ത് വേദയുടെ കാര്യങ്ങളും ഇവർക്കിടയിലേക്ക് സംസാരമായിട്ട് വരും. വേദ എവിടെയാണെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ മോളിപ്പോൾ എങ്ങനെ ജീവിക്കുമായിരിക്കും, ഇതൊന്നും അറിയില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അമ്മ ഇങ്ങനെ പറയുമ്പോൾ വിക്രത്തിനത് കേൾക്കുമ്പോൾ ഇരട്ടി സങ്കടം. എങ്കിലും ആ ഒരു സംസാരത്തിനിടയിൽ അമ്മ പറയുന്നത് അവൾ തിരിച്ചു വരും, നിങ്ങൾ രണ്ടുപേരും സുഖവും സന്തോഷവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് ഈ അമ്മയും അച്ഛനും കാണും. ഇതൊക്കെ അമ്മ പറയുന്നത്.
അപ്പോൾ ഒരു പരിധി വരെ വിക്രത്തിൻ്റെ മുന്നിൽ വേദ എന്നൊരു സബ്ജക്റ്റ് എടുത്ത് ഈ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടം. അപ്പോൾ ഇനി ആ ഒരു സബ്ജക്റ്റ് വിക്രത്തോട് പറയണ്ട എന്ന് പോലും വിക്രത്തിന് പറയേണ്ടതായിട്ട് വരുവാണ് അമ്മയോട്. അങ്ങനെ നമ്മുടെ വിക്രത്തെ ഓർത്ത് വിക്രത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി ജീവിച്ച് നമ്മുടെ വേദ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിങ്ങനെ ആ ഒരു ആരും അറിയാത്ത നാട്ടിലിങ്ങനെ ഒരുപാട് ഒളിച്ചും പാത്തും ഒക്കെ ജീവിക്കുന്നു. തന്നെ ആരെങ്കിലും ഒന്ന് അറിഞ്ഞു പോയാൽ, താൻ ഇന്നടുത്തുണ്ടെന്ന് അവരൊന്ന് അറിഞ്ഞു പോയാൽ ഉറപ്പായും വിക്രത്തിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണല്ലോ. ആ കുഞ്ഞിനെയും ഇല്ലാതാക്കുമെന്ന് വേദയ്ക്ക് അറിയാം. ആ കുഞ്ഞാണ് എല്ലാത്തിനും അവകാശിയെന്ന് വേദയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ശ്രീകാന്ത് അതിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് വേദയ്ക്ക് അറിയാം. ആ ഒപ്പം വേദയെയും അയാൾ തീർത്ത് കളയും, അത് 100% ഉറപ്പാണ്. അതും വേദയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ആരും അറിയാതെ ഒരു ഒരു ഒളിജീവിതം നമ്മുടെ വേദ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ അവിടെയും ഈശ്വരൻ എന്നുള്ളൊരു രീതിയിൽ ഒരു താങ്ങും തണലുമായി വേദയ്ക്ക് അതുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന, വേദയെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ വേദയ്ക്ക് ദൈവം കൊടുത്തു. അതൊരു കൂട്ടുകാരിയുടെ രൂപത്തിൽ തൻ്റെ സങ്കടങ്ങളും തൻ്റെ വേദനകളും ഒക്കെ പറയാനും അത് കേട്ടിരിക്കാൻ മനസ്സുള്ള ഒരു കൂട്ടുകാരിയെ. ആ കൂട്ടുകാരി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ വേദയും വേദയുടെ കുഞ്ഞും ഇന്ന് ഏതവസ്ഥയിലാകുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ സപ്പോർട്ടായിട്ടുള്ളൊരു കൂട്ടുകാരിയും ആ ഒരു ചുറ്റുപാടുമാണ് വേദയ്ക്ക് കിട്ടിയത്. അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ഓരോ ചലനങ്ങളും നമ്മുടെ വേദയ്ക്ക് അറിയാനും കഴിയുന്നുണ്ട്. ശ്രീകാന്ത് എന്തൊക്കെ, എങ്ങനെയൊക്കെ, എവിടെയൊക്കെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വേദയെ കണ്ടുപിടിക്കാൻ അയാൾ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു, ഇതെല്ലാം വേദയ്ക്ക് അറിയാനും കഴിയുന്നുണ്ട്. വേദ അതെല്ലാം അറിയുന്നുമുണ്ട്. അതിനനുസരിച്ച് വേദ കരുക്കൾ നീക്കി മുന്നോട്ട് പോകുന്നുമുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയെ ആലോചിച്ച് ഈ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വേദയ്ക്കും എന്തായാലും അറിയാനും കഴിയുന്നുണ്ട്. വേദ അതൊക്കെ അറിയുന്നുണ്ട്. വിക്രം തന്നെ ഓർത്ത് കരയുന്ന ആ ഒരു വിവരങ്ങളെല്ലാം അറിയുന്ന സമയത്ത് വേദയ്ക്ക് ഭയങ്കര സങ്കടമാണെങ്കിലും വേദ സ്വയം തന്നെ പറയുന്നു, വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയം വേദ പോകും, ഉറപ്പായും വേദ കുഞ്ഞുമായിട്ട് വിക്രത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുമെന്നുള്ളത്. അങ്ങനെ വിക്രത്തിൻ്റെ ആ ഒരു ജയിൽവാസ കാലാവധി വരെയാണ് നമ്മുടെ വേദ ഒളിച്ചു താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ വേദയും വിക്രവും പിരിഞ്ഞ് ജീവിക്കുന്ന, പ്രണയം മനസ്സിലിങ്ങനെ അള പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇനിയുള്ള ആ ഒരു കഥ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ശ്രീകാന്ത് എന്ന് പറയുന്ന ദുഷ്ടൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു അവനെതിരായിട്ട്. വേദ പോയതിൽ കുറച്ച് സന്തോഷമുള്ളത് നമ്മുടെ നന്ദിനിക്ക് മാത്രമായിട്ട്. പക്ഷെ നന്ദിനിയും പണ്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി. പക്ഷെ എപ്പോഴും ഒരു സ്വന്തം കാര്യം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ആളായിട്ടാണല്ലോ നന്ദിനി ആദ്യത്തെ ഭാഗത്തിലുണ്ടായിരുന്നത്. അതിനും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. തൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴും നന്ദിനിക്കുള്ളത്. പക്ഷേ വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രീജയ്ക്കാണെങ്കിലും അതുപോലെ ചേട്ടനൊക്കെ ആണെങ്കിലും ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ വിനായകൻ ഇപ്പോൾ സത്യസന്ധമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. വിനായകൻ അങ്ങനെയൊന്നും നിൽക്കുന്നത് നമ്മുടെ നന്ദിനിക്ക് ഇഷ്ടമല്ല. നന്ദിനി അപ്പോഴും എല്ലാവരുടെ മുന്നിൽ നല്ല വെള്ളം ചമഞ്ഞിട്ട് അടിയിൽ കൂടെ പാറ പണിയുക എന്നുള്ളൊരു സമ്പ്രദായത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ അമ്മയും അച്ഛനും വേദയെ ഓർത്തും വിക്രത്തെ ഓർത്തും കരഞ്ഞു തീർക്കുമ്പോൾ നന്ദിനിയാണെങ്കിൽ അവരെ കുറ്റം പറഞ്ഞും അവരോട് ഒരുമാതിരി ഡയലോഗൊക്കെ അടിച്ചു ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അച്ഛനെ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഒരുപാടൊന്നും അഹങ്കരിക്കാൻ നന്ദിനിക്ക് സാധിക്കാത്തത് കൊണ്ട് പേരിൽ നന്ദിനി ഇങ്ങനെ പിടിച്ചു നിന്ന് പോകും അവിടെ. അങ്ങനെ ശ്രീജയ്ക്കാണെങ്കിലും അതുപോലെ അവർക്ക് നല്ലൊരു ജീവിതമാർഗമൊക്കെ ആയി. ഇതെല്ലാം വേദ ഉണ്ടാക്കി കൊടുത്തതാണല്ലോ. അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും എന്നും വേദയോട് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ അവരുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു കയറി വന്നിരിക്കുന്നു. ഈ സമയത്ത് പത്മവും ശങ്കരനും അതുപോലെ ദീപ്തിയും ഒക്കെ വേദ മടങ്ങി വരുന്നത് കാത്ത് വേദയ്ക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേദ നിർത്തിയിട്ട് പോയത് അല്ലെങ്കിൽ ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങൾ വേദയ്ക്ക് വേണ്ടി അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വേദ തിരിച്ചു വന്ന് വേദയുടെ കൈകളിലേക്ക് അത് ഭദ്രമായി ഏൽപ്പിക്കുന്നത് വരെ ദുഷ്ടനായ ശ്രീകാന്തിൻ്റെ കൈപ്പിടിയിൽ അത് ഒതുങ്ങിപ്പോകാതെ സംരക്ഷിച്ച് ഇവർ നിൽക്കാനായിട്ടിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എപ്പിസോഡും ഒക്കെ ആയിട്ട് ദേ നമ്മുടെ പവിത്രം 2 ഇങ്ങ് വരാൻ പോവുകയാണ്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും കാണുമെന്നും എല്ലാവരും പഴയതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ആട്ടോ ഞാനിപ്പോൾ ഈ ഒരു പ്രൊമോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ കഥ നല്ല അടിപ്പൽ കഥയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്കിപ്പോൾ കഥയെപ്പറ്റി കിട്ടിയിട്ടുണ്ടല്ലോ, പ്രൊമോയായിട്ടും അല്ലെങ്കിൽ ഒക്കെ അവർ വന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഒക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കും കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ലല്ലോ. എല്ലാവർക്കും ടാറ്റാ.